അണ്ണാ ആകെ വിഷയവാ. എന്നെ പറ്റി? നെറ്റ്ഫ്ലിക്സിലുള്ള 10 അണ്ടർറേറ്റഡ് ഇംഗ്ലീഷ് ത്രില്ലർ വേണമെന്ന്, ഇല്ലെങ്കിൽ കാച്ചു കളയൊന്ന്. ആര്? ഞാൻ തന്നെ. പറയടാ. പിടിപിട് പറയാം. നമ്പർ 10. കുട്ടികളുടെ കൗൺസിലറായ അന്ന ഫോക്സിന് അഗ്രോഫോബിയ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും വീടിനുള്ളിൽ തന്നെയാണ് അവർ കഴിയുന്നത്. കൂടാതെ ജനലിലൂടെ അയൽവക്കത്തെ വീടുകളെ നിരീക്ഷിക്കുന്ന സ്വഭാവം പുള്ളിക്കാരിക്കുണ്ട്. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ അടുത്ത വീട്ടിൽ ഭീകരമായ ഒരു കാഴ്ച അന്ന കാണുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ പറയുന്ന സിനിമ 2018 ഇറങ്ങിയ ഇതേ പേരുള്ള നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരം. ചിത്രം 2021 റിലീസായ ദ വുമൻ ഇൻ ദ വിൻഡോ. ഹിച്ച്കോക്കിന്റെ റിയർ വിൻഡോയുടെ ഒരു ഫീമെയിൽ വേർഷൻ ആണെന്ന് വേണമെങ്കിൽ തോന്നും. ബട്ട് ഡിഫറെന്റ് ആണ് കേട്ടോ. അതിഗംഭീരമൊന്നും അല്ലെങ്കിലും വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള തരക്കേടില്ലാത്തൊരു പടം. IMDb റേറ്റിംഗ് 5.7 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 40 മിനിറ്റ്. അപ്പൊ തരക്കേടില്ലെന്നേ ഉള്ളല്ലേ. എന്നാ അടുത്ത പറയണ. നമ്പർ 9. ലൈഫിലെ നിരവധി ടെൻഷനുകളിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് ബെത്ത് തന്റെ കൂട്ടുകാരിയുമായിട്ട് ക്രൊയേഷ്യയിലേക്ക് ഒരു വീക്കെൻഡ് ട്രിപ്പിന് പോയതാണ്. പക്ഷെ കൂട്ടുകാരി കൊല്ലപ്പെടുകയും പ്രധാന പ്രതിയായി ബെത്ത് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ട്രിപ്പ് ട്രാപ്പായി മാറിയ കഥ. ചിത്രം 2022 റിലീസായ ദ വീക്കെൻഡ് എവേ. ക്ലാസിക് സ്റ്റൈലിലുള്ള ഒരു കുറ്റാന്വേഷണമാണ് ഈ സിനിമയിലുള്ളത്. അത്യാവശ്യം നല്ല ട്വിസ്റ്റും ടേൺസുമുള്ള തരക്കേടില്ലാത്ത ഒരു ക്രൈം ത്രില്ലറാണ് ഈ സിനിമയും. IMDb റേറ്റിംഗ് 5.7 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 29 മിനിറ്റ്. ഇതും തരക്കേടില്ലല്ലേ? കുറച്ചുകൂടെ നല്ലത് പറയാം. നമ്പർ 8. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായ എമി ലോറൻസ് തന്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ ചാൾസിനെ കുറിച്ച് ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും കണ്ടു കഴിയുമ്പോൾ ഒരു മരവിപ്പ് തോന്നുന്ന ഒരു സ്ലോ ബേണിംഗ് മെഡിക്കൽ ത്രില്ലർ. അതും ഇത് യഥാർത്ഥ സംഭവങ്ങളെ ബേസ് ചെയ്തൊരുക്കിയ സിനിമയാണെന്നറിയുമ്പോൾ. ചിത്രം 2022 റിലീസായ ദ ഗുഡ് നേഴ്സ്. പ്രധാന വേഷങ്ങളിൽ വന്ന എഡി റെഡ്മെയിന്റെയും ജെസിക്ക ചാസ്റ്റൈന്റെയും കിടിലൻ പെർഫോമൻസുകൾ. IMDb റേറ്റിംഗ് 6.8 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 1 മിനിറ്റ്. ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. നമ്പർ 7. ലണ്ടൻ നഗരത്തിൽ ഒരു സീരിയൽ കില്ലർ ആളുകളെ തട്ടിക്കൊണ്ടുപോയി പരസ്യമായിട്ട് കൊല ചെയ്യുന്നു. കൂടാതെ പോലീസിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അയാളെ പിടിക്കാൻ ജയിലിൽ കിടക്കുന്ന മുൻ ഡിറ്റക്റ്റീവായ ജോൺ ലൂതർ നടത്തുന്ന അന്വേഷണങ്ങൾ. ചിത്രം 2023 റിലീസായ ലൂതർ ദ ഫോളൻ സൺ. ലൂതർ എന്ന സീരീസിലൂടെ ത്രില്ലർ പ്രേമികൾക്കിടയിൽ സുപരിചിതനായി മാറിയ ജോൺ ലൂതർ എന്ന ക്യാരക്ടർ തന്നെയാണ് ഈ ചിത്രത്തിലെയും നായകൻ. പോലീസും കൊലയാളിയും ലൂതറും ഇവരെല്ലാരും കൂടിയുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം ആണ് ഈ സിനിമ എന്ന് പറയാം. നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. IMDb റേറ്റിംഗ് 6.4 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 9 മിനിറ്റ്. ഇത് ഞാൻ പൊളിക്കും. നമ്പർ 6. ഗ്രീസിൽ ഒരു പ്രൈവറ്റ് ഐലൻഡിലേക്ക് കോടീശ്വരനായിട്ടുള്ള മിൽസ് ബ്രൗൺ പുള്ളിയുടെ കൂട്ടുകാരെ ഒരു വീക്കെൻഡ് പാർട്ടിക്ക് ക്ഷണിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഡിറ്റക്റ്റീവ് ബെനോയിറ്റ് ബ്ലാങ്കും ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ കൂട്ടത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു, അതിന്റെ അന്വേഷണം. പക്ഷേ കുറെ നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണിത്. ഇതെന്തോന്ന് 12th മാനാ? എനിക്കൊന്നും വേണ്ട. അതുപോലൊന്നും അല്ല, ഇത് പൊളിയാ. ചിത്രം ഡാനിയൽ ക്രൈഗ് പ്രധാന വേഷത്തിൽ 2022 റിലീസായ ഗ്ലാസ് ഒനിയൻ എ നൈസ് ഔട്ട് മിസ്റ്ററി. നൈസ് ഔട്ടിന്റെ ഒരു സീക്വലാണ് ഈ സിനിമ. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ, നല്ല പെർഫോമൻസ്, നല്ല BGM, ഇതൊക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. IMDb റേറ്റിംഗ് 7.1 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 19 മിനിറ്റ്. നമ്പർ 5. കാസനോവ എന്ന ഒരു സീരിയൽ കില്ലർ തന്റെ മരുമകൾ നവോമിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അന്വേഷിച്ചിറങ്ങുന്ന ഡിറ്റക്റ്റീവ് അലക്സ് ക്രോസിന്റെ കഥ. പുള്ളിക്കാരന്റെ കൂടെ ഇതേ കില്ലറിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ഒരു വിക്ടിമും സഹായത്തിന് എത്തുന്നു. ചിത്രം മോർഗൻ ഫ്രീമാൻ, ആഷ്ലി ജൂഡ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ അഭിനയിച്ച് 1997 റിലീസായ കിസ് ദ ഗേൾസ്. ആദ്യ അവസാനം എൻഗേജിംഗ് ആയിട്ടുള്ള നല്ല ഒരു ക്രൈം ത്രില്ലർ. ഈ പടത്തിലെ ഒരു സീൻ അതേപോലെ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു പ്രശസ്ത മലയാളം ഹിറ്റ് പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അറിയാവുന്നവർക്കറിയാം. IMDb റേറ്റിംഗ് 6.6 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 55 മിനിറ്റ്. എന്നാലും അതേത് മലയാളം പടം? നമ്പർ 4. ഇനി അടുത്തത് സ്നേഹമയ്യായ ഒരു അമ്മയുടെ കഥയാണ്. 2 കാലിനും സ്വാധീനമില്ലാത്ത വീൽ ചെയറിൽ ജീവിതം നയിക്കുന്ന ക്ലോയ് എന്ന ടീനേജ് പെൺകുട്ടി. അവളുടെ എല്ലാ കാര്യവും നോക്കുന്നത് സ്നേഹമയ്യായ അവളുടെ അമ്മയാണ്. പക്ഷെ സ്നേഹം കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. അപ്പൊ പിന്നെന്താ, ഓടി രക്ഷപ്പെടുക തന്നെ. ചിത്രം 2020 റിലീസായ റൺ. ഈ 2 ക്യാരക്ടേഴ്സിനെ മാത്രം വെച്ച് 1.5 മണിക്കൂർ ടെൻഷൻ എടുപ്പിക്കുന്ന ഒരു കിടിലൻ ത്രില്ലർ പടം. IMDb റേറ്റിംഗ് 6.6 ഔട്ട് ഓഫ് 10. അയ്യോ പോട്ടെടു, അമ്മയല്ലേ. നമ്പർ 3. ടീനേജുകാർ കഴിഞ്ഞു, ഇനി ടീനേജുകാരൻ. കയ്യിലിരിപ്പ് കൊണ്ട് വീട്ടുതടങ്കലിലായ ഒരു കൗമാരക്കാരൻ ബോറടിച്ചപ്പോൾ അയലത്തെ സുന്ദരിയെ വായി നോക്കാനായിട്ട് ബൈനോക്കുലർ ഉപയോഗിച്ചു. 18+ ആണല്ലേ.
പക്ഷെ അവൻ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളാണ്. റിയർ വിൻഡോ മോഡലിൽ ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ പടമാണിത്. ചിത്രം 2007 റിലീസായ ഡിസ്റ്റർബിയ. തികച്ചും അണ്ടർ റേറ്റഡ് ആയ, അധികം ആരും റെക്കമെൻഡ് ചെയ്യാത്ത ഒരു സിനിമയാണിത്. ബട്ട് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതായിരിക്കുന്നു. ഇത് ഈ അടുത്തിടെയാണ് കേട്ടോ നെറ്റ്ഫ്ലിക്സിൽ ആഡ് ചെയ്തിട്ടുള്ളത്. IMDb റേറ്റിംഗ് 6.8 ഔട്ട് ഓഫ് 10, ഡ്യൂറേഷൻ 1 മണിക്കൂർ 45 മിനിറ്റ്. ഇത് ഉറപ്പായിട്ടും കാണും. നമ്പർ 2, ഒരു അപകടത്തിൽപ്പെട്ട് തളർന്നു കിടക്കുന്ന ഡിറ്റക്റ്റീവ് ലിങ്കൺ ഡ്രൈവ്. അന്യായ നിരീക്ഷണ പാഠമാണ് കക്ഷിയുടെ മെയിൻ തിങ്. പോലീസിനെ വട്ടക്കറക്കിയ ഒരു സീരിയൽ കില്ലറിനെ പിടിക്കാനായിട്ട് അമീലിയ എന്ന പോലീസ് ഓഫീസറും ലിങ്കണും കൂടി നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സിനിമയുടെ കഥ. ചിത്രം 1999 റിലീസായ ദ ബോൺ കളക്ടർ. ലിങ്കൺ ഡ്രൈവുമായിട്ട് ഡെൻസൽ വാഷിംഗ്ടന്റെ കിടിലൻ പെർഫോമൻസ്. ഒരു ബെഡിൽ ഇങ്ങനെ ഫുൾ ടൈം കടന്നുകൊണ്ട് കൈയും കാലും മാത്രം അനക്കി അണ്ണന്റെ ഇജ്ജാതി അഭിനയം. പോരാത്തതിന് പൊന്നുംകുടത്തിന് പൊട്ടായൊപ്പം ആഞ്ചലീന ജോലിയും. മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ത്രില്ലറാണ്. IMDb റേറ്റിംഗ് 6.7 ഔട്ട് ഓഫ് 10, ഡ്യൂറേഷൻ 1 മണിക്കൂർ 58 മിനിറ്റ്. ഹായ്, ആഞ്ചലീന ചേച്ചിയോ? അപ്പൊ കണ്ടിരിക്കും. ഇനി നമ്പർ 1 മൂവി. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കുറെ കഥകൾ. അമിതമായ ദൈവാരാധന മൂലം പലരും അറിയാതെ അവരുടെ തന്നെ ഉള്ളിലുണ്ടാകുന്ന ചെകുത്താന്റെ കഥകൾ. അതിങ്ങനെ മൂത്ത് കഴിയുമ്പോൾ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല, ചെകുത്താൻ മാത്രം. പടം ആന്റോണിയോ ക്യാമ്പസ് സംവിധാനം ചെയ്ത് 2020 റിലീസായ സൈക്കോളജിക്കൽ ത്രില്ലർ ദ ഡെവിൾ ഓൾ ദ ടൈം. ടോം ഹോളണ്ട്, റോബർട്ട് പാറ്റിൻസൺ, അങ്ങനെ ഒരു എൻസോംബിൾ കാസ്റ്റ് എന്ന പടത്തിലുണ്ട്. എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. കിടിലൻ സ്ക്രിപ്റ്റ്, കിടിലൻ സംവിധാനം, ക്യാമറ, പ്രൊഡക്ഷൻ ഡിസൈൻ, അങ്ങനെ എല്ലാം കൊണ്ടും മാസ്റ്റർ പീസ് എന്ന് പറയാം. സ്ലോ ബേണിംഗ് ത്രില്ലറാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പെർഫെക്റ്റ് കപ്പ് ഓഫ് ടീ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. IMDb റേറ്റിംഗ് 7.1 ഔട്ട് ഓഫ് 10, ഡ്യൂറേഷൻ 2 മണിക്കൂർ 18 മിനിറ്റ്. നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലല്ലോ. ദൂരെ പോ സാത്താനെ. അപ്പൊ ശരി എന്നാ.